ഹൈ ടെൻഷൻ, എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കളിൽ നിന്ന് KEB പിരിച്ചെടുക്കാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. ക്രഷറുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഭക്ഷ്യോൽപാദന സ്ഥാപനങ്ങൾ, റിസോർട്ടുകൾ തുടങ്ങിയവയാണ് വൻ കുടിശ്ശിക അടയ്ക്കാനുള്ളത്. ആശുപത്രികളും ജല അതോറിറ്റിയും ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക പിരിച്ചാൽ വലിയ വരുമാനം കിട്ടും എന്നിരിക്കെയാണ് ഈ മെല്ലെപ്പോക്ക്. ഗാർഹിക കണക്ഷൻ ബില്ലടച്ചില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ ഫ്യൂസ് വരും. ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ വിഭാഗത്തിലെ സ്ഥാപനങ്ങൾ ദീർഘകാലം കുടിശ്ശിക വരുത്തിയാലും നോട്ടീസിനപ്പുറം വലിയ നടപടി ഇല്ലെന്നാണോ? ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയ സ്ഥാപനങ്ങളുടെ പട്ടിക വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചതാണിത്. 28 പേജ് നീളുന്നതാണ് ഈ പട്ടിക. മാർച്ച് 31 വരെ കുടിശ്ശിക അടയ്ക്കാനുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയാണിത്. കുടിശ്ശിക തുക കൂട്ടിനോക്കിയാൽ കോടികൾ പെരുകും. വൈദ്യുതി ബോർഡിന് ബാധ്യതയേറെയുണ്ട്. വൻകിട ഉപഭോക്താക്കളിൽ നിന്ന് കിട്ടാനുള്ളത് ആ ബാധ്യതയ്ക്ക് വലിയ ആശ്വാസമാകുന്ന അളവിലുള്ള തുകയാണ്. കാലങ്ങളായുള്ള കുടിശ്ശിക ബില്ലാണ് ഇതിൽ പലതും. മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ആശുപത്രികൾ, ജല അതോറിറ്റി, പമ്പിംഗ് സ്റ്റേഷനുകൾ, വിവിധ സർക്കാർ ഓഫീസുകൾ, KSRTC വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയുടെ കോടികൾ വരുന്ന കുടിശ്ശിക ബാധ്യത സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. സ്പിന്നിംഗ് മില്ലുകൾ, കയർ വ്യവസായ സ്ഥാപനങ്ങൾ, സ്റ്റീൽ കമ്പനികൾ, വാഹന ഡീലർഷിപ്പുകൾ, സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വാണിജ്യ സമുച്ചയങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കുടിശ്ശികക്കാരുടെ പട്ടികയിലുണ്ട്. തുണിക്കടകൾ, സഹകരണ ബാങ്കുകൾ, ഹോട്ടലുകൾ, ക്രഷറുകൾ, വളം നിർമ്മാണ കമ്പനികൾ, റബ്ബർ കമ്പനികൾ, ഡയഗ്നോസ്റ്റിക് ലാബുകൾ തുടങ്ങി അമ്യൂസ്മെന്റ് പാർക്ക് വരെ കാലങ്ങളായി കുടിശ്ശിക അടയ്ക്കാതെയുണ്ട്. മിക്കവർക്കും ഡിസ്കണക്ഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് KEBക്ക് ന്യായം പറയാം. കുടിശ്ശിക ഈടാക്കാത്തത് ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ശേഖരിച്ച അലക്സാണ്ടർ ചൂണ്ടിക്കാട്ടുന്നു. അത് 28 പേജുള്ള ഒരു ലിസ്റ്റാണ്. അതിൽ 1178 കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇതിൽ ലക്ഷങ്ങളും ദശലക്ഷങ്ങളും കോടികളുമാണ് അരിയറായിട്ടുള്ളത്. ഇപ്പോൾ ബോർഡിന് ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി മുഴുവൻ പരിഹരിക്കാൻ ഈ അരിയർ തുക മൊത്തമായിട്ട് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രം അവർക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഒക്കറൻസിൽ തന്നെ അന്നത്തെ ഡ്യൂ കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അരിയർ ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്യുകയായിരുന്നു. ഈ കൃത്യസമയത്ത് ഈ ഇത്രയും കൺസ്യൂമേഴ്സിൻ്റെ ഇന്ന് കിട്ടേണ്ട അരിയേഴ്സ് കളക്ട് ചെയ്യാതിരുന്നത് ഗുരുതരമായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്, അതായത് ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. 2000 രൂപ മുതൽ ലക്ഷങ്ങളും കോടികളും വരെ കുടിശ്ശികയുള്ള സ്ഥാപനങ്ങളുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും കുടിശ്ശിക അടയ്ക്കാനുള്ള പട്ടികയിലുണ്ട്. സമയത്ത് ബില്ലടച്ചില്ലെങ്കിലും കുടിശ്ശിക വരുത്തിയാലും ഏത് സർക്കാർ ഭരിച്ചാലും ഏത് മന്ത്രി വന്നാലും ഒന്നും സംഭവിക്കില്ലെന്ന ധൈര്യമാണോ ഇത്തരത്തിൽ കുടിശ്ശിക വരുത്താൻ ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ഗാർഹിക ഉപഭോക്താക്കളോടുള്ള സമീപനം വൻകിടക്കാരോട് കാണിക്കാൻ KEBക്ക് പവറില്ലേ എന്നാണ് അറിയേണ്ടത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.